പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കുറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 സൈൻസ് അല്ലെങ്കിൽ സിംറ്റംസ് നമ്മുടെ ശരീരം വെളിയിലോട്ട് കാണിക്കും. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമാണ്. നമ്മുടെ ശരീരത്തിനകത്തുള്ള മിക്കവാറുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് അതിൻ്റെ എൻസൈംസ് അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന തൊലിയില്ലേ, അതൊക്കെ പ്രോട്ടീൻ തന്നെയാണ്. നെയ്യിൽ, ഹെയർ എല്ലാം പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് പ്രോട്ടീൻസ് അകത്ത് കറക്റ്റായിട്ട് ചെന്നില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് അസിമുലേഷൻ കറക്റ്റായിട്ട് നടന്നില്ലെങ്കിലോ ഒക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകും. ക്ഷീണം ഉണ്ടാകും, വീക്ക്നെസ് ഉണ്ടാകും, ഫെറ്റീഗ് ഉണ്ടാകാം, പ്രോട്ടീൻസ് കറക്റ്റായിട്ടില്ലാത്തതുകൊണ്ട് ക്രാംസ് ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് പല രീതിയിലാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം പ്രോട്ടീൻസ് കുറയുന്നതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം വരുന്നത് ക്ഷീണമാണ്. അപ്പോൾ ഈ ക്ഷീണം നമ്മളെ മെയിനായിട്ട് പല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ നമ്മളെ കോൺസെൻട്രേഷൻ കുറയാം. ഓക്കെ, നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബ് ആവാം. ഈ ക്ഷീണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്കുണ്ടാകും. ഫിസിക്കലായിട്ട് നമുക്കുണ്ടാകും, മാനസികമായിട്ടും ഉണ്ടാകാം. രണ്ടാമത്തെ ഏറ്റവും വലിയ സൈൻ എന്ന് വെച്ചാൽ നമുക്ക് മസിൽ ക്രാമ്പുകൾ ഉണ്ടാകാം. ഓക്കെ, ക്ഷീണം ഉണ്ടാകാം, മടിയന്മാരായി മാറാം. ഇത് വേറെ പല കാരണങ്ങളും കൊണ്ട് ഉണ്ടാകുമെങ്കിലും നമ്മൾ വിട്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രോട്ടീൻ്റെ ഇൻടേക്ക് കുറയുന്നതുകൊണ്ട് നമുക്ക് വരുന്ന ക്ഷീണം. നമ്മൾ ഭക്ഷണം നല്ലോണം കഴിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അതിനകത്തെ പ്രോട്ടീൻ്റെ അളവ് ഒരുപക്ഷെ കുറവായിരിക്കാം. നമ്മൾ വണ്ണമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വണ്ണം വരാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനകത്ത് പ്രോട്ടീൻ ഇല്ല എന്നുള്ളതാണ്. കാരണം പ്രോട്ടീന് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മടി വരികയും എക്സസൈസ് വർക്കൗട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള മടി വരും, നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ് കുറയും, ക്ഷീണം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ BMI കൂടുതലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ, ഒബിസിറ്റി കൂടുതലാണെങ്കിൽ നമ്മുടെ പ്രോട്ടീൻ്റെ അളവ് നമ്മുടെ ശരീരത്തിനകത്ത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. സോ തീർച്ചയായിട്ടും അതിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് എഫർട്ട് അങ്ങോട്ടിട്ട് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകും. ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനകത്ത് പല സ്ഥലത്തും നീര് വരാം. ഓക്കെ, ഈ നീരെന്ന് വെച്ചാൽ നമ്മുടെ ജോയിൻസിൽ വരാം, ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പാർട്സിൽ വരാം. ഓക്കെ, കാലിൻ്റെ ഭാഗത്ത് വരാം, കാൽപ്പത്തിയിൽ വരാം, ജോയിൻസിൽ വരാം, ആങ്കിൾ ജോയിൻറ്റിൽ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ നീര് വരുന്നുണ്ടെങ്കിൽ, ഒത്തിരി ഫ്ലാബി ആയിട്ട് ശരീരമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പ്രോട്ടീൻ ഇൻടേക്ക് കുറയുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. കാരണം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കത്തില്ല, ശരീരത്തിനകത്ത് മസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പ്രോട്ടീനാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടീനകത്ത് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇൻടേക്ക് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ശരീരം കറക്റ്റായിട്ട് അസിമുലേറ്റ് ചെയ്യുന്നില്ലെങ്കിലോ നമ്മുടെ ശരീരത്തിനകത്ത് ഇതുപോലെ പ്രോട്ടീൻ കറക്റ്റായിട്ട് ചെന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീക്ക്നെസ്, ക്ഷീണം മസിലിനുണ്ടാകും. ആ ക്ഷീണം നമ്മളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അത് നമുക്ക് ക്ഷീണമായിട്ട് വരാം, ജോലി ചെയ്യാനുള്ള മടിയായിട്ട് വരാം, ജോലി ചെയ്യുമ്പോൾ വേദനയായിട്ട് വരാം, മസിൽ പെയിനായിട്ട് വരാം, ക്രാംസ് ആയിട്ട് വരാം, അങ്ങനെ പല കാര്യങ്ങളായിട്ട് വരാം. നമ്മുടെ ശരീരത്തിനകത്ത് ഇപ്പം ദഹനം നടക്കാനുള്ള പല ജ്യൂസുകൾ, ഗ്യാസ്ട്രിക് ജ്യൂസുകളെന്ന് വെച്ചാൽ പ്രോട്ടീൻസാണ്. ഈ പ്രോട്ടീൻസാണ് നമ്മുടെ ശരീരത്തിനകത്ത് ദഹനത്തിനെ വളരെ ഫാസ്റ്റ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായും ദഹനവും കുറയും, ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പല ഇഷ്യൂസ് വരാം. അതുപോലെ പല ഹോർമോൺസ് പ്രോട്ടീൻസാണ്. ഓക്കെ, അപ്പം കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് പ്രോട്ടീൻ നമ്മൾ ഇൻടേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോർമോൺസിൻ്റെ ക്വാളിറ്റി കുറയുന്നുള്ള കാര്യം അല്ലെങ്കിൽ അളവ് കുറയുന്നുള്ള കാര്യം തീർച്ചയായിട്ടും മറക്കാതിരിക്കുക. അതുകൊണ്ട് നമുക്ക് വേറെ പല കോംപ്ലിക്കേഷൻസ് കാര്യങ്ങൾ വരാം. സോ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിനകത്ത് അഡക്വേറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ്റെ ഇൻടേക്ക്. വെജിറ്റേറിയൻസിന് അതിൻ്റേതായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, നോൺ വെജ് ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഇഷ്ടംപോലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ തീർച്ചയായിട്ടും ഡയറ്റിൽ ഈ കാര്യം നമ്മൾ മറക്കാതെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രോട്ടീൻ ഡയറ്റ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ സോയാബീൻ പോലത്തെ ഭക്ഷണങ്ങൾ, മഷ്റൂംസ് അവൈലബിൾ ആണ്. അലർജി ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. യോഗട്ട് ഉപയോഗിക്കാവുന്നതാണ്, പൾസസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ ഇതൊക്കെ ധാരാളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നോൺ വെജിൻ്റെ ആസ്പെക്റ്റ് വരികയാണെങ്കിൽ മുട്ട കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഇഷ്ടം പോലെ പ്രോട്ടീനാണ്, പ്യുവർ പ്രോട്ടീനാണ്. പിന്നെ ഫിഷ്, മീറ്റ് എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി പ്രോട്ടീൻ തന്നെയാണ്. സോ അതിനകത്ത് വരി ചെയ്യേണ്ട കാര്യമില്ല. എങ്കിൽ പോലും നമ്മൾ അധികം, അതായത് ബീഫ് പോലുള്ള അത് ഡെൻസായിട്ട് പാക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഹീമിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ടുള്ള റെഡ് മീറ്റാണ്. സോ അത് അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. എങ്കിൽ പോലും വൈറ്റ് മീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ശരീരത്തിനും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രോട്ടീൻസ് ശരീരത്തിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡയറ്റിനെ സ്വയമേ നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. നമുക്ക് ഇതുപോലത്തെ സിംറ്റംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാനായിട്ട് തീർച്ചയായും ഡയറ്റിൽ വ്യത്യാസം വരുത്തി നോക്കുക. ചേഞ്ച് വരുന്ന പ്രതീക്ഷിക്കുകയാണ്. സോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും മസിൽ റിക്കവറി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യം മനസ്സിൽ വയ്ക്കുക.
എന്തെങ്കിലും അസുഖത്തിൽ നിന്ന് റിക്കവർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടംപോലെ പ്രോട്ടീൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും മനസ്സിലായാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യമോ ഉണ്ടെങ്കിൽ, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ അനുഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷൻ മെൻഷൻ ചെയ്യാം. എത്രയും പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതാണ്. സോ എവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നമസ്കാരം. ഡോക്ടർ ആനന്ദ്. താങ്ക് യു.